ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. ഓരോരുത്തരും ഉണ്ടാക്കുമ്പോൾ അവരവരുടെ പ്രത്യേക രീതികളുണ്ടാകുമല്ലോ. അപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. വെള്ളത്തിലേക്ക് ഇതാ നന്മ എന്ന കമ്പനിയുടെ നല്ല ശർക്കരപ്പൊടിയാണ്. എല്ലാ വെല്ലമൊന്നും കൊള്ളത്തില്ല, കെമിക്കൽ പ്രോസസ്സിങ്ങൊക്കെ ഉള്ളതാണ്. ഞാൻ ഈ കമ്പനിയുടെ വക്താവൊന്നുമല്ല. നല്ലതായതുകൊണ്ട് നല്ലതിനെയൊക്കെ നല്ലത് നമ്മൾ പറയും. മധുരം വേണ്ടവർക്ക് അങ്ങനെ നല്ല ടേസ്റ്റിലൊരു കട്ടൻ ഉണ്ടാക്കാം. കാപ്പിപ്പൊടിയിൽ ജീരകമൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്ത് ഏലക്ക അങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ വെള്ളം എടുത്തു. അപ്പോൾ ഇത് ഈ ശർക്കരപ്പൊടി ഇട്ടു. പിന്നെ ഈ ഇഞ്ചി നീരുണ്ടാക്കുന്നത്, ഇഞ്ചി മിക്സിയിലടിക്കുന്നു. പിന്നെ തിളച്ചാറിയ വെള്ളത്തിൽ ഇത് കഴുകിയതിന് ശേഷമാണ് അടിക്കുന്നത്. അപ്പം അതിൻ്റെ ഇഞ്ചി ഒരു മണിക്കൂർ വെള്ളം കലക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വെള്ളം വന്നതാണ് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഊറാനുള്ളതൊക്കെ ഊറി. അപ്പം നല്ലത് മാത്രമേ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇഞ്ചി നീരെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അടപ്പിൽ തന്നെ ഒഴിച്ചു. ഇതിൻ്റെ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. അത് കഴിഞ്ഞ് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഉണ്ടാക്കുമ്പോൾ ഇത് ചെയ്യാം. പഞ്ചസാര നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ദോഷകരമാണ്. അപ്പം ഇതൊരു നല്ല ശർക്കരയാണെങ്കിൽ, മറയൂർ ശർക്കരയൊക്കെ ഉണ്ടല്ലോ, നല്ല ശർക്കര നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ നല്ല ശർക്കരയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പൊടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ കാപ്പിപ്പൊടി പൊടിയിട്ടു. കാപ്പി ആകുമ്പോൾ കടുവാരം തിളപ്പിക്കാൻ പാടില്ലല്ലോ. നമുക്കതിനൊക്കെയാണ് അതിൻ്റെ പാകത്തിന് തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ഓഫാക്കുന്നു. അപ്പോൾ ഒരു ദിവസം 2 കാപ്പി കുടിക്കുന്നത് നല്ലതായിട്ടാണ് പറയുന്നത്, ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ. ഈ കരളിന് വരെ നല്ലതാണെന്നാണ്. പിന്നെ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതാ തിളച്ച് വന്നു കഴിഞ്ഞു. ഇപ്പോഴും എടുക്കാറായിട്ടില്ല. അത്ര മതി. നല്ല വെള്ളമാണെങ്കിൽ ഒരിക്കലും ഈ തിളപ്പിച്ച് കളയാത്തതാണ് നല്ലത്. അതിനകത്തെ മിനറൽസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വെള്ളം കുഴപ്പമുള്ള വെള്ളമാണെങ്കിൽ 100 ഡിഗ്രിയിൽ തിളപ്പിക്കണം. അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ 60-65% തിളച്ചാൽ മതി. സാധാരണയുള്ള രോഗാണുക്കളെല്ലാം അതിൽ പൊക്കോളും. ആവി വരിക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തിളക്കണം. നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ഒത്തിരി നേരം തിളപ്പിച്ച വെള്ളമൊക്കെ കുടിച്ച് പലരും ബോഡിയിൽ കിട്ടേണ്ട കാര്യമൊന്നും കിട്ടാതെ പോകും. അപ്പോൾ അങ്ങനെ ഈ കാപ്പി അരിച്ചെടുക്കാം. ഇപ്പോൾ തൽക്കാലം അരിക്കുന്നില്ല. ഇപ്പം ചൂട് കൂടുതൽ വരുന്നതുകൊണ്ട് ലേശം മാത്രം ഒഴിച്ച് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുക. ഉഗ്രൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാപ്പിയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. ഇതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിനകത്തൊന്നും യാതൊരു വിഷമവും വരുന്നില്ല. നമ്മൾ കാപ്പി
കുരു എടുത്ത് വറുത്ത് പൊടിച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഇതാണ്. ഏലക്കായും ജീരകവും ആണ് ചേർക്കുക. പിന്നെ ഇതിനകത്ത് ഇഞ്ചിയും കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ ചുക്ക് പലരും ചുക്ക് കാപ്പി ചുക്കിട്ടുണ്ടാക്കും. ഈ ചുക്കിട്ടാനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കഫം ഉറയ്ക്കും. ഇഞ്ചി ആകുമ്പം കഫം ഉറയ്ക്കില്ല, ഇഞ്ചി കഫം വിട്ടുപോകുന്നതാണ്. പിന്നെ പലർക്കും ഒത്തിരി പേർക്ക് തെറ്റായിട്ട് ഇത് പറയുന്നുണ്ട്. ലേറ്റസ്റ്റായിട്ട് പറയുമ്പോൾ പച്ച ഇഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുറേ അറിവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പം ഓരോരുത്തരും അവരവർക്കുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ വിദ്യകൾ കൊടുക്കുന്നതേർ ഏറിടുമെന്നാണ്. എനിക്ക് യൂട്യൂബിൽ ഈയിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കധികം കാര്യമായിട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. പിന്നെ ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നു. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നൊരു കാര്യമാണ് ഈ പൊള്ളൽ ഏൽക്കുക എന്ന് പറയുന്നത്. പൊള്ളൽ പലതരത്തിലേക്കുമല്ലോ. മിക്കവാറും പാത്രങ്ങളിൽ പാത്രങ്ങളിൽ കുക്കറിലൊക്കെ കൈതട്ടി അങ്ങനെയൊക്കെ ആയിട്ട് പലതരത്തിൽ തീപ്പൊള്ളൽ, തിളച്ച വെള്ളം വീണൊക്കെ ഇഷ്ടംപോലെ പൊള്ളൽ സംഭവിക്കും. അതിന് ഏറ്റവും നല്ല കാര്യം എപ്പോഴും 2 മുട്ടയെങ്കിലും വീട്ടിൽ സൂക്ഷിക്കണം. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുക. ആസാമിൽ നിന്ന് വന്ന പണിക്കാർ വഴി ഒക്കെയാണ് ഈ വിവരം കിട്ടിയത്. 6-7 കൊല്ലമായിട്ടുള്ളൂ ഇതറിഞ്ഞിട്ട്. പക്ഷേ ഇത്രയും നല്ലൊരു സംഗതി, അത് കൂടുതൽ കൂടുതൽ മുട്ട വേണ്ടി വരും, ദേഹം മുഴുവനൊക്കെ പൊള്ളിയാൽ. അത് പൊട്ടിച്ച് ധാര കോരുക എന്ന് പറഞ്ഞാൽ, ധാര കോരുക എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. ധാര കോരുക എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചൊഴിച്ചിട്ട് പാത്രത്തിൽ ബേസണിൽ എല്ലാം വെക്കുക. ഇപ്പോൾ കയ്യെ മുഴുവൻ പൊള്ളെങ്കിൽ അതിൻ്റെ പുറകെ വെച്ചിട്ട് ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചത് മൊത്തത്തിലാകട്ടോ, അത് എടുത്തിട്ട് ധാര കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക. വേദന പെട്ടെന്ന് പോവും. ഈ പൊള്ളിയതിന് ഒരു പാടോ കോമളയോ യാതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്, പുറകെ വിടാം. ഓക്കേ.